ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ മൂവിയുടെ ചെറിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ചെറിയൊരു പ്ലോട്ട് എക്സ്പ്ലനേഷൻ ആണ്. കാരണം മൂവി റിലീസ് ആയിട്ടില്ല. ജൂലൈ 18 ഈ മൂവി റിലീസ് ആവാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി കണ്ടു സെയ്യാര എന്ന മൂവി തമ്പനയിൽ കണ്ടു കാണുമല്ലോ. അപ്പൊ ഈ മൂവിയുടെ ചെറിയൊരു സ്റ്റോറി എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. റിലീസിന് ശേഷം ഇതിന്റെ സ്റ്റോറി ഫുൾ എക്സ്പ്ലനേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സെയ്യാരയുടെ ടീസറും റിലീസ് ആയിട്ടുണ്ട്, ട്രെയിലറും റിലീസ് ആയിട്ടുണ്ട്. വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടി ബോളിവുഡ് ലോകം കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് കേട്ടോ സെയ്യാര. ബോളിവുഡ് മാത്രമല്ല, മോളിവുഡ് വരെ കാത്തിരിപ്പുണ്ട്. കാരണം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പണ്ട് കണ്ട് ഇത്രയും നമ്മുടെ ഡീപ്പ് ആയിട്ടുള്ള ഒരു മൂവിയായ ആഷിക്കി 2 അടുത്ത ഒരു പാർട്ടാണെന്നാണ് ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള മോഹിത് സൂരി തന്നെ പറയുന്നത്. അതായത് അദ്ദേഹമാണല്ലോ ആഷിക്കി 2 ഡയറക്ട് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു തേർഡ് സ്ക്രിപ്റ്റ് ആയിരുന്നു കേട്ടോ ഇതും. പക്ഷെ ആള് പേര് മാറ്റിയിട്ടുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണമാണ് കേട്ടോ പേര് സെയ്യാരാന്നാക്കിയത്. അപ്പോൾ സ്ക്രിപ്റ്റ് ഒക്കെ 3 തന്നെയാണ്. അപ്പോൾ വളരെയധികം ഒരുപാട് പേര് എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. സോ ചെറിയൊരു സ്റ്റോറി പറയാം കേട്ടോ, അല്ലാതെ ഫുൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം റിലീസ് ആയാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. അപ്പോൾ അഹാൻ പാണ്ഡെയും അനീത് പഡ ഇവർ രണ്ടുപേരുമാണ് കേട്ടോ ഇതിലെ ആക്ടറും ആക്ട്രസും. ഓൾറെഡി ഒരുപാട് റീൽസ് തന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഷോർട്സ് ആയിട്ട് റിലീസ് ആയിട്ടുണ്ട്. ഇതിലെ സോങ് ഒക്കെ വളരെ ഹിറ്റാണ്. ഇപ്പോൾ റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ് റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടു കാണും. ടീസറിലും ട്രെയിലറിലും എല്ലാം നമുക്കൊരു ആഷിക്കി 2 വൈബ് കിട്ടുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ആ ഒരു സ്റ്റേജിൽ പാടുന്നതും അതുപോലെ ആ ഒരു ആക്ട്രസിന്റെ ഒക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആരോഹിയും രാഹുലിനെയും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന രീതിയിൽ ഒരുപാട് രംഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. മൂവി കണ്ടാൽ മാത്രമേ നമുക്ക് മൊത്തത്തിലൊന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൽ അഭിനയിച്ചേക്കുന്ന രണ്ടുപേരും ബോളിവുഡിലെ ഡീബേർട്ട് ആണ് കേട്ടോ. അവരുടെ ഫസ്റ്റ് മൂവിയാണ്, ബോളിവുഡ് മൂവി. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. അനന്യ പാണ്ഡെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. ബോളിവുഡ് മൂവി കാണുന്ന എല്ലാവർക്കും അനന്യ പാണ്ഡെ അറിയാമായിരിക്കും. അനന്യ പാണ്ഡെയുടെ കസിൻ ആണ് അഹാൻ പാണ്ഡെ. ആളാണ് ഈ മൂവിയുടെ ഹീറോ. ഫീമെയിൽ ലീഡായിട്ട് വന്നിരിക്കുന്നത് അനീത് പട്ടയാണ് കേട്ടോ. ടീസറിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു വീഡിയോ ആണ്. അതായത് അഹാൻ പാണ്ഡെ ഒരു ബൈക്ക് ഓടിച്ചിങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത്. ആളുടെ ആ ഒരു ലുക്കും ഇതൊക്കെ കണ്ടിട്ടൊരു റൗഡി, ഒരു ഗാങ്സ്റ്റർ ലുക്കിലാണ് ആളെ ഈ മൂവിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തില് അഹാന്റെ ക്യാരക്ടർ ക്രിഷ് കപൂർ എന്നും അതുപോലെ തന്നെ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരു റോളാണ് കേട്ടോ ആൾ അവതരിപ്പിക്കുന്നത്. കറക്റ്റ് നമ്മൾ ഏകദേശം ആഷിക്കി 2 ആദിത്യ റോയ് കപൂർ അവതരിപ്പിച്ച രാഹുൽ എന്ന ക്യാരക്ടറും ഇടയ്ക്ക് ഇങ്ങനെ രോഷാകുലനൊക്കെ ആകുന്നുണ്ട്. ആ ഒരു ടൈപ്പ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് പെട്ടെന്ന് ട്രെയിലർ കണ്ടപ്പോൾ ആളെ ക്യാരക്ടർ കമ്പയർ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ ട്രെയിലറിന്റെ സ്റ്റാർട്ടിങ് തന്നെ അഹാൻ ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നൊക്കെയാണ് കാണിക്കുന്നത്. അനീത് പഡ, അതായത് നമ്മുടെ ഈ ചിത്രത്തിലെ നായിക, ആളുടെ ക്യാരക്ടറിന്റെ പേര് വാണി എന്നാണ്. ആളൊരു റൈറ്റർ ആണ്, അതായത് സോങ് ഒക്കെ എഴുതുന്ന ഒരാളാണ്. അപ്പൊ അവൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് തന്നെ അവൾക്ക് ഇമോഷണലി അവള് ഭയങ്കര വീക്കാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ആരുമായിട്ട് ടോളറേറ്റ് ആകാൻ, അവരുടെ ഈഗോസ് ഒക്കെ ടോളറേറ്റ് ആവാൻ ഇച്ചിരി പാടുള്ള ആളാണ് വാണി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൾ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. അവളിങ്ങനെ കൃഷിയുമായിട്ട് കൊലാബറേഷൻ ആണ് വരുന്നത് കേട്ടോ. അതായത് ഒരു മ്യൂസിക് കൃഷി കൊടുക്കും, അതിന്റെ റൈറ്റിംഗ് നമ്മുടെ വാണി കൊടുക്കും. അങ്ങനെ ഒരു രീതിക്കാണ് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ കൃഷിന് വേണ്ടി പുതിയൊരു സോങ് എഴുതാനായിട്ടാണ് വാണി വരുന്നത്. അപ്പൊ തന്നെ അവൾ ഒരുപാട് കണ്ടീഷൻസ് വെക്കുന്നുണ്ട്. അതായത് ലേറ്റ് നൈറ്റ് വരില്ല, അതുപോലെ തന്നെ സ്മോക്കിംഗ് പാടില്ല, പ്രത്യേകിച്ച് അബ്യൂസ് ഒന്നും ചെയ്യാൻ പാടില്ല, ടച്ചിങ്ങോ അങ്ങനത്തെ ഒന്നും ഫിസിക്കലി ഒന്നും അവളെ ചെയ്യാൻ പാടില്ല. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കൃഷിന് ചെറിയൊരു നീരസം അവളോട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള മോഹിത് സൂരി തന്നെ പറയുന്നുണ്ട്, ആള് ഈ ചിത്രം എടുക്കണമെന്ന് പോലും വിചാരിച്ചിട്ടില്ല. അതായത് ഒരു ന്യൂ കമേഴ്സിനെ വെച്ചിട്ട് ഈ ചിത്രം എടുക്കണമെന്ന് പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഒരു പോയിന്റില് ആളെടുത്തു. അതും ട്രെയിലർ പോലും വൻ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡയറക്ടർ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. കാരണം അദ്ദേഹം ഉദ്ദേശിച്ച ആ ഒരു ഹൈപ്പ് 2 ആക്ടേഴ്സും, അതായത് നായികയും നായകനും വളരെ നന്നായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് ജൂലൈ 18 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആഷിക്കി 2 ആ ഒരു ലെവലിൽ സെയ്യാര എത്തിയിട്ടുണ്ടോ എന്നും ആഷിക്കി 2 അപ്പർ ലെവൽ, അതായത് ആഷിക്കി 2 കടത്തി വെട്ടിയിട്ടുണ്ടോ എന്നും അതോ കുറഞ്ഞ ലെവലിലാണോ എന്നും ഒക്കെ നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജൂലൈ 18 വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻ ആഷിക്കി 2 പോലെ തന്നെ വൻ ഹിറ്റ് ആകും എന്നുള്ള ഒരിതാണ്. അപ്പോൾ ഈ ഒരു മൂവിയായിട്ട് ക്രോസ് ഓവർ ആയിട്ട് നിൽക്കുന്നത് കാർത്തിക് ആര്യനും ശ്രീലീലയും അഭിനയിക്കുന്ന ആഷിക്കി 3
3 എന്ന് പറയുന്ന ആ ഒരു ഇതാണ്. ആ മൂവിയുടെ പേര് മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഈ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം തന്നെയാണ്. അപ്പോൾ ഈ 2 മൂവീസുമാണ് ഇപ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഏതാണ് ബെറ്റർ എന്ന് നമ്മൾ തന്നെ ചൂസ് ചെയ്യേണ്ടി വരും, അതായത് ഓഡിയൻസ് തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. കാരണം രണ്ടും ഏകദേശം ആഷിക്കി 2ന്റെ ആ ഒരു 3rd പാർട്ട് പോലെ ആയിരിക്കും വരുന്നത്, പക്ഷെ ഡിഫറെൻറ്റ് സ്റ്റോറീസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് എക്സ്പെക്ടേഷൻസ് നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ച് നമുക്ക് ഈ ചിത്രം കാണാം. ഓവർ എക്സ്പെക്ടേഷൻ ചെയ്ത് കൊളാക്കുന്നതിനേക്കാളും നല്ലത് ഒരു മിനിമൽ എക്സ്പെക്ടേഷൻ വെച്ച് കാണുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ജൂലൈ 18 കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കുഞ്ഞ് സ്റ്റോറി ഞാൻ അടുത്തൊരു റിവ്യൂ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.